ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്പീഡ് സിബ്ലിങ്സ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് കിക്ക് എ ലക്കി ബ്ലോക്ക് എന്ന ഗെയിമാണ്. ഇതിൻ്റെ പാർട്ട് 3 ആണ്. ഇതിൻ്റെ തന്നെ പാർട്ട് 1ഉം 2 ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയി കാണുക. നമ്മൾ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ട് 3 വേഗം തന്നെ വരുന്നതായിരിക്കുമെന്ന്. അപ്പോൾ എല്ലാവരും പോയി അതൊക്കെ കാണുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ എല്ലാ കോഡിനും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളവ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് കിടക്കാം. നമ്മൾ കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്കിപ്പം നേരത്തെ പാർട്ട് 1ലും 2ലും ഒക്കെ ഉള്ള പോലെ ഇപ്പോഴും 2 ബ്രെയിൻ റോട്ട്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ പാർട്ട് 1ലുണ്ടായിരുന്നത് ബാലറിന കാപ്പുച്ചിനിക്ക് പകരം വേറൊരു ബ്രെയിൻ റോട്ടായിരുന്നു. അതിന് നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ പാർട്ട് 1ഉം 2 ഒക്കെ പോയി കാണണം. എന്നാലും നിങ്ങൾക്ക് കണക്റ്റ് ആവത്തുള്ളൂ. അപ്പം നമ്മുടെ ഇനി ക്രാഫ്റ്റ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഷോർട്സൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ വേണ്ടവരൊക്കെ പറഞ്ഞാൽ മതി. എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വെയ്റ്റ് ഷോപ്പിൽ പോയിട്ട് ഇനി എന്താ മേടിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇനി അടുത്ത 350 മില്യൺ വേണം ഒരു ഐസ് ബാർബല് വേണമെങ്കിൽ. അത് ഗോഡ്ലി ഐറ്റമാണ്. എന്തായാലും ഇതിനകത്ത് തന്നെ ഇപ്പം റീബ്രത്ത് ആക്കിയത് കൊണ്ടാണ് ഇത്രയും കുറവ് കിക്ക് പവർ. ഇനി അടുത്ത റീബ്രത്ത് ആക്കണമെങ്കിൽ 100K കിക്ക് പവർ വേണം. എന്നാലേ നമുക്ക് റീബ്രത്ത് ആക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ നമുക്ക് അത്യാവശ്യം കിക്ക് പവർ കൂട്ടാം. ഇനി ഇവന്മാരുടെ കയ്യിലൊക്കെ നല്ല നല്ല ബ്രെയിൻ റോട്ട്സ് ഉണ്ട്. ഇവന്മാരുടെ ചോദിച്ചിട്ടാരും തരുന്നില്ല. ഗേൾ പ്രോയുടെ കൂടെയായിരുന്നു നമ്മൾ പാർട്ട് 1ഉം 2 കളിച്ചത്. 3ലും ഗേൾ പ്രോ ഉണ്ട്. അതുകൊണ്ട് അവിടെ ഇരുന്ന് ഗേൾ പ്രോയുടെ കയ്യിൽ ഐസ് ബാർബലാണ്. അതുകൊണ്ട് അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം ഒരു 50K കിക്ക് പവറും അത്യാവശ്യം നമുക്ക് സ്പീഡും കൂട്ടണം. ഒരു 20 ആക്കിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പോയേനെ. റെയറും കഴിഞ്ഞ് പോയേനെ 20 ആക്കിയായിരുന്നെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചധികം ആക്കാം. ഗേൾ പ്രോ അവിടെ പോയിട്ട് കിക്ക് ചെയ്യാനൊക്കെ നിൽപ്പുകൊണ്ടതുകൊണ്ട് കിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അത്യാവശ്യം കിക്ക് പവറൊക്കെ ആക്കിയിട്ട് വേണം ഇവന്മാരുടെ കൂട്ടൊക്കെ നല്ല നല്ല ബ്രെയിൻ റോട്ട്സ് ഒക്കെ കിട്ടാൻ. അവൻ്റെ കയ്യിലേക്ക് 6-7 ഒക്കെ ഇരിപ്പുണ്ട്. ഇവൻ്റെ കയ്യിൽ ഒടിണ്ടുണ്ടൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും നമ്മളിതൊരു 20, 25, 13 പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു കിക്ക് പവർ കൂടുന്നത് കൊണ്ട് നമ്മളിപ്പം 20 പറഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ കൂടും. പിന്നെ 13 ആക്കും. ഇവൻ്റെ എൻ്റെ ഒറ്റയടിക്ക് പോയി റൈനോട്ടോസ്റ്ററിന് ഗോഡ്ലി അത് കിട്ടി. അപ്പം എന്തായാലും നമുക്ക് കുറച്ചും കൂടെ അധികം ആക്കാം. അപ്പം എന്തായാലും ഒരു 25K ആക്കാം. 25 ഇപ്പോൾ തന്നെ ആവും. 25 ആയിട്ടുണ്ട്. നമുക്കോട്ട് സ്പീഡ് അപ്ഗ്രേഡ് ചെയ്യാം. സ്പീഡ് നമുക്ക് അത്യാവശ്യം പൈസ ഉണ്ടായതുകൊണ്ട് ഇത്രയും നമ്മൾ ആ ലാസ്റ്റ് ഒരു അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് കിക്ക് ചെയ്യാം. കിക്കിനെ പെർഫെക്റ്റ് കിട്ടിയില്ല. ഗുഡേ കിട്ടിയുള്ളൂ. അത് അറിയാതെ എൻ്റെ കൈ തട്ടിയതാണ്. നമുക്കൊന്നും കൂടെ വേണമെങ്കിലും അടിക്കണം. നമ്മൾ എപ്പിക്കിലെത്തി. പക്ഷേ കൊള്ളാത്തയായിരിക്കും കിട്ടുന്നത്. മിക്കവാറും കൊള്ളാത്ത തന്നെ ആയിരിക്കണം കിട്ടുന്നത്. പക്ഷേ 50ൻ്റെയാണ് വാട്ടർ ഡീനോ. പക്ഷെ എനിക്ക് വേണ്ട, കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മൾ അതെടുത്തില്ല. അപ്പം എന്നാലും ഗുഡിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു പെർഫെക്റ്റ് ഒക്കെ കിക്ക് അടിച്ചു. ഗായ്സ് ആണ്ട് ഗേൾ പ്രോയ്ക്കും കിട്ടി. 6-7 ഗോഡ്ലി ഐറ്റാണ്. അത് ഗേൾ പ്രോയ്ക്കും കിട്ടി. നമുക്ക് മാത്രമേ ഉള്ളൂ ഒത്തിരി ഇല്ല. അത് എക്സലൻ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ വന്നാലേ പെർഫെക്റ്റ് ആയേനെ. നമുക്ക് അടിക്കുക എന്താണെങ്കിലും. ഞങ്ങൾ അങ്ങ് അറ്റത്തല്ല, ഒരു കുറച്ച് അടുത്താണ്. പിന്നെ നമുക്ക് വാട്ടർ ഡീനോ തന്നെ കിട്ടി. ഈ ചില ബ്രെയിൻ റോട്ട്സ് ഒക്കെ ഇപ്പോൾ വാട്ടർ ഡീനോ തന്നെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കിക്ക് പവർ കൂട്ടാം. വാട്ടർ ഡീനോ തന്നെ കുറച്ചും കൂടെ ഇവനൊക്കെ പെർഫെക്റ്റ് കിട്ടി. കുറച്ചും കൂടെ അങ്ങേയറ്റം ചെല്ലുമ്പോഴത്തേക്കും വാട്ടർ ഡീനോയ്ക്ക് തന്നെ 50/സെക്കൻഡ് മാറി ഒരു 100 ആവും. 100 or 70 ആവും. അതുപോലെ നമുക്ക് ബാലറീന കിട്ടിയത്. ബാലറീന പാർട്ട് 2 കണ്ടവർക്ക് അറിയാം.
ബാലറീനയ്ക്ക് അടുത്ത് വന്ന് വീണപ്പോൾ 19, ദൂരെ പോയപ്പോൾ 72 ആയിരുന്നു. ദൂരെ പോയി വീണപ്പോൾ 72 ആയിരുന്നു. ഇപ്പോൾ എന്തായാലും 31K ആയിട്ടുണ്ട്. നമുക്കൊരു 41K ഒക്കെ ആക്കാം. ഇപ്പോൾ എന്തായാലും വോൾക്കാനോടെ എല്ലാം പോയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ബ്രെയിൻ ഡോട്ട്സിനെ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ പോലെ തീഗോളമൊന്നും വരുന്നില്ല. ഈ ഒരു തീഗോളം ഉണ്ടെങ്കിൽ ഒരു റോക്കി ഷോപ്പ് എന്നുള്ള സാധനമുണ്ട്. അത് നമുക്കിങ്ങനെ അപ്ഗ്രേഡ് ആക്കാൻ പറ്റത്തുള്ളൂ. അത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു ഇവൻ്റ് പോലത്തെ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടോ ഈ ഒരു മേഘമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മളൊരു 14 ആക്കാം. ഗേൾ പ്രോയ്ക്ക് പെർഫെക്റ്റ് കിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെയാണ് നമുക്കൊരു പെർഫെക്റ്റ് കിട്ടിയിട്ടാൽ നല്ലതാണ്. കുറച്ച് നന്നായിട്ട് അടിക്കാമായിരുന്നു. ഇപ്പോൾ ബ്രെയിൻ ഡോട്ടിൽ അത്യാവശ്യം പൈസയായി കാണും. എന്നാലും 14 ആയിട്ടുണ്ട് കിക്ക് പവർ. കിക്ക് ചെയ്യാം. എന്നാലും ഗ്രേറ്റ് ആണ് ആയത്. ഗ്രേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. എക്സലൻ്റ് പോലും കിട്ടിയില്ല. എന്നാലും നമുക്ക് നേരത്തെ അവിടം വരെ വീണിട്ടുള്ളൂ. എന്തായാലും 78ൻ്റെ ആണ് പോസ്റ്റോ മോർട്ടിയോനി എപ്പിക്കിൻ്റെ. ഭയങ്കര സ്ലോ ആണ് ഗൈസ് ഈ ഒരു വേവ്. എന്തായാലും നമുക്കിത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഇത് അപ്ഗ്രേഡ് ചെയ്യാം. അത്യാവശ്യം അപ്ഗ്രേഡ് ആക്കി, ഇതുപോലൊക്കെ അത്യാവശ്യം അപ്ഗ്രേഡ് ആക്കി കഴിഞ്ഞിട്ട് ഇവിടെ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് അത് അപ്ഗ്രേഡ് ആക്കാം. അത് ഇതുപോലെ അപ്ഗ്രേഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കിട്ടും. അത്യാവശ്യം ഇതുപോലെ കണ്ട ഇപ്പം തന്നെ മില്യണാണ് വീഴുന്നത്. ആദ്യമേ മില്യൺ അല്ല, ഒരു കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും മില്യൺ ആവുന്നുണ്ട് ഇപ്പം തന്നെ. എന്തായാലും മറ്റുള്ളത് രണ്ടിനെക്കാട്ടിലും കുറച്ചും കൂടി നമ്മളിത് വലുതാക്കിയിട്ടുണ്ട്. മറ്റുള്ള രണ്ടും കുറച്ചുകൂടി ചെറുതാണ്. പക്ഷെ നമ്മളിത് കുറച്ചധികം വലുതാക്കി മറ്റുള്ള രണ്ടിനെക്കാട്ടിലും. നമുക്കിനി ഇത് രണ്ടും ഇനി കുറച്ച് അത്യാവശ്യം. ഇത് 33.66 മില്യൺ സെക്കൻഡ് തരും. സെക്കൻഡിലല്ല, 6 മില്യണിൽ 33.6 മില്യൺ വേണം ഇനി ഇത് അപ്ഗ്രേഡ് ആക്കാൻ. ഇത് രണ്ടും 13 മതി, ഇത് 9 മതി. ഇത് കുറച്ച് അത്യാവശ്യം അപ്ഗ്രേഡ് ആക്കാം. ഇത് കുറച്ച് അത്യാവശ്യം അപ്ഗ്രേഡ് ആക്കിയിട്ട് നമുക്ക് പോയിട്ട് ഇത്തിരി പൈസ കിട്ടുമല്ലോ അപ്പം. എന്നിട്ട് നമുക്ക് കുറേ ഡംബലൊക്കെ മേടിക്കാം. ഐസ് ഡംബലും കണ്ടുണ്ട്. അതാണ് ഇനി അടുത്ത ലെവല്. അതുകൊണ്ട് നമുക്ക് അതൊക്കെ മേടിക്കാം. അപ്പോൾ ഗേൾ പ്രോ കിക്ക് ചെയ്തിട്ട് അതുകൊണ്ട് ഗൈസ് ഷെഫ് പേരങ്ങോട്ട് ഞാൻ കിട്ടുന്നില്ല. ഷെഫ് ഡാബ്രയാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഗിഫ്റ്റ് ചെയ്യുമോ? അവിടെ പോയി ചാടി നോക്കാം. ഇല്ല ഗൈസ്, കിട്ടിയില്ല. സ്റ്റീൽ തന്നെ പറ്റത്തുള്ളൂ. പക്ഷേ മിത്തിക്കാണ്. ഇതിനോട് കോമൺ ഒരു സാധനം ഇരിപ്പുണ്ട്. റയർ ഒരു സാധനം താത്ത സൗർ ഇരിപ്പുണ്ട്. 6-7 ഇരിപ്പുണ്ട്. അത് മിത്തിക്കാണ്, ഗോഡ്ലി അല്ല. ഞാൻ പറഞ്ഞത് ഗോഡ്ലി എന്നായിരുന്നു. സോറി, ഗോഡ്ലി അല്ല, അത് മിത്തിക്കായിരുന്നു. അതുകൊണ്ട് ഇതേ പോസ്റ്റോ മോർട്ടിയോനി ആയിരുന്നു നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ കിട്ടിയത്. നമ്മുടെ പോസ്റ്റോ മോർട്ടിയോനി നല്ല രീതിയിൽ പൈസ തരുന്നുണ്ട്. നമുക്കിനി ബാലറീന കപ്പുച്ചിനി അങ്ങ് അപ്ഗ്രേഡ് ആക്കാം. ഇനി നമുക്ക് പോയിട്ട് കിക്ക് ചെയ്യാം. നമ്മുടെ ഗേൾ പ്രോ ഇവിടെ കിക്ക് ചെയ്യാണ്. നമുക്കവിടെ പെർഫെക്റ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല. പിന്നെയും ഗ്രേറ്റ് ആണ് ഗൈസ് കിട്ടിയത്. നേരത്തെയും ഗ്രേറ്റ് ആയിരുന്നു. കുറേ നേരം കൊണ്ട് ഗ്രേറ്റ് ആണ് കിട്ടുന്നത്. പിന്നെയും പഴയ സ്ഥലത്ത് തന്നെ പോയി വീണിട്ടുണ്ട്. ഇതിന് എത്ര കിട്ടുന്നേ? ഇതിന് ഒരു 52 കിട്ടുന്നുണ്ട്. പേസ്റ്റോ മോർട്ടിയോനി തന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്. പക്ഷെ അതിന് കുറവായിരുന്നു. ഇതിനേക്കാൾ കുറവായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ ഇത് 52 കിട്ടുന്നുണ്ട് സെക്കൻഡിൽ. ഇതിനേക്കാൾ കുറവായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഒന്നാണ്. പക്ഷേ ഇതിന് മീശയുണ്ട്, പിന്നെ കളറ് വേറെയാണ് എന്നേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ഒരുപോലെ തന്നെയാണ്. നമുക്ക് കുറച്ച് അധികം അപ്ഗ്രേഡ് ആക്കാം. കിട്ടിയതിൽ ഏറ്റവും പൈസ കൂടിയത് ഈ ഒരു ബാലറീന കപ്പുച്ചീനി ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി അപ്ഗ്രേഡ് ചെയ്താൽ മതി. മറ്റേ ഈ ഒരു
നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ഇരിക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, ബോർബിറ്റോ ബാൻഡിറ്റോയെക്കാട്ടിലും കൂടുതൽ നമുക്ക് തരുന്നുണ്ട്. ഇൻസഫിഷ്യൻറ്റ് ക്യാഷാണ്, ഒത്തിരി കളക്ട് ചെയ്യാം. എന്താണെങ്കിലും നമുക്ക് പോയി എടുക്കാം. കിക്ക് ചെയ്യാൻ പോവാം. ആരും എന്തോ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഓ ഗായ്സ്, നമ്മുടെ ബുർബലോണി ലൂലിലോലിയെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗേൾ പ്രോയ്ക്ക്. മിത്തിക്കാണ് ഗേൾ പ്രോ, ഇപ്പം മിത്തിക്കിലാണ് കിടക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ അധികം കിപ്പർ ആക്കിയിട്ട് പോയാൽ പോരെയെന്ന് ആണ് എൻ്റെ ഒരു ചിന്ത. കുറച്ചും കൂടെ നമുക്ക് കിക്ക് ആക്കാം. കിക്ക് കുറച്ചും കൂടെ അധികം ആക്കിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഗായ്സ്, എന്താണെങ്കിൽ ഇതൊക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ്. നമുക്കിനി ഈ ഒരു റോക്കീസ് ഷോപ്പ് ഒന്ന് നോക്കാം. 5 മോർ ഓർസ്, ഇൻക്രീസ് ദ ഓർസ് സ്പെൻഡ് ഇൻ മാപ്പ്. 10 ഉണ്ട് ഗോൾഡൻ ഓർസ്. ഇത് മതി. ഇതെന്തിനാ ഈ ഓർസ് എന്തിനാണ് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും നമ്മളങ്ങ് മേടിക്കുക. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 11 10 കൊടുത്തിട്ട് നമ്മൾ എന്തോ ഗോൾഡ് ഓർസ് മേടിച്ചിട്ടില്ല. ഗോൾഡ് ഓർസ് നമ്മുടെ മാപ്പിൽ സ്പോൺ ആക്കിയിട്ടുണ്ട്. എനിക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ, ഞാൻ മേടിച്ചിട്ടുണ്ട്, എനിക്ക് മാത്രമായിരിക്കും ഗോൾഡ് ഓർസ് കിട്ടുന്നത്. ഞാൻ 51 ആക്കിയിട്ടുണ്ട്, 51K ആക്കിയിട്ടുണ്ട് കിക്ക് പവർ. കുറച്ചും കൂടെ നമുക്ക് കിക്ക് പവർ ആക്കാം. 60 ആക്കിയിട്ട് നമുക്ക് പോവാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഗോൾഡൻ ആ ഒരു സാധനവും ഈ ഒരു തീകോളം പോലത്തെ ഇതും മേടിക്കണം എന്നല്ല, അത് കളക്ട് ചെയ്യണം. കൊള്ളാത്ത ബ്രെയിനോട്ടാണെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്ത് ലാസ്റ്റ് വന്നിട്ട് അതിനെ കൊണ്ടുവന്നങ്ങ് സുനാമിയിലോട്ടങ്ങ് കയറ്റാം. സുനാമി അല്ല, വേവിലോട്ടങ്ങ് മുട്ടിക്കുക. അപ്പം അതങ്ങ് പോയിക്കോളുമല്ലോ. നമുക്കൊരു പെർഫെക്റ്റ് കിക്കാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ എത്ര നേരം നമ്മൾ ശ്രമിച്ചിട്ട് നമുക്ക് പെർഫെക്റ്റ് കിക്ക് കിട്ടുന്നില്ല. ഓക്കെ, 60 ആയിട്ടുണ്ട്. ഇവിടെ ലെജൻഡറി ആണ് കിട്ടിയത്. സാധാരണ സാൽമീനോ പെങ്കരീനോ. അയ്യോ, ഗ്രേറ്റ് ആണ് കഴിച്ച് ഇപ്രാവശ്യം കിട്ടിയത്. എക്സലൻ്റ് പോലും കിട്ടിയില്ല ഇപ്രാവശ്യം. പിന്നെയും പഴയ സ്ഥലത്തൊന്നും നിൽക്കുമോ? ഇല്ല, കുറച്ചും കൂടെ അപ്പുറത്തോട്ട് കയറിയാണ് നിന്നത്. ലെജൻഡറി ആണ് ഇവിടെ. ഇത് ലെജൻഡറി അറിയാൻ വെരി ഫാസ്റ്റ് വേവാണ് വരുന്നത്. പ്ലാൻ ബ്ലൂ 140 സെക്കൻഡിൽ തരുന്നതാണ് പ്ലാൻ ബ്ലൂ. എനിക്കിവിടെ ഒന്നും സ്പോണാവുന്നൊന്നും ഇല്ല. ഇവിടെ ഗോൾഡൻ ഒന്നും സ്പോണാവുന്നൊന്നുമില്ല. ഞാൻ അവിടെ ഒന്നും കണ്ടൊന്നുമില്ല. ഗോൾഡൻ്റെ ഒന്നും തീകളൊന്നും ഞാൻ കണ്ടില്ല ഗൈസ്. വെറുതെ എൻ്റെ ഇത് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അത്രയും നമ്മുടെ കയ്യിൽ 11 തീകളുള്ളതിൽ 10 തീകളും എൻ്റെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പറ്റിച്ചടാ, നമ്മളെ പറ്റിച്ച്. എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിക്കാത്തയാണോ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ഒന്നും കൂടെ പോയി നോക്കാം. ലെജൻഡറി ആയിട്ട് 140 സെക്കൻഡിൽ തരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചധികം. അല്ല, നമ്മളിത് അപ്ഗ്രേഡ് ആക്കുമ്പോഴേ ഇത് അപ്ഗ്രേഡ് ആവാത്തത്. ഇപ്പോൾ ആവുന്നുണ്ട്. നേരത്തെ ആവുന്നില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, പൈസയെ പോകുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇൻസഫിഷ്യൻറ്റ് ക്യാഷ് ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം പോയി കളക്ട് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് ഇത് അപ്ഗ്രേഡ് ആക്കാം. ഇനി ഇൻസഫിഷ്യൻറ്റ് ക്യാഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റയടിക്ക് മില്യനാണ് വരുന്നത്. ഒറ്റയടിക്കല്ല, ആദ്യം ഒരു 600K വരും, പിന്നെ അങ്ങ് മില്യണിലോട്ടാണ് പോകുന്നത്. നമുക്കെല്ലാം പോയി കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിനി അടുത്ത ഐസ് ബാർബൽ മേടിക്കണമെങ്കിൽ 500K വേണം. 500Kയിൽ 500 മില്യൺ വേണം. 500 അല്ലെന്ന് തോന്നുന്നു, 350 എങ്ങാണ്ടാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം. വേഡ് ഷോപ്പിൽ പോയി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. 350 നമ്മൾ പറഞ്ഞ പോലെ 350 അതുകൊണ്ട് ഇവിടെ ആരും ഇവിടെ നിന്നിപ്പോൾ ഉണ്ടായിരുന്നു ഏതോ ഒരെണ്ണം കൊണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് പോയിട്ടെല്ലാം കളക്ട് ചെയ്യാം. കളക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം 160 ഉള്ളൂ. നമുക്കിനി ഒന്നും കൂടെ പോയിട്ട്
കിക്ക് ചെയ്ത് നോക്കാം. അതാണ്ട് അതോ പെങ്കുനീനോ കോക്കോസീനോ അതിൻ്റെ പ്ലാസ്മ മിത്തിക്കാണ്. പക്ഷെ അതിനും 1.8K അതും പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. എന്തായാലും നമുക്ക് ഒന്നും കൂടെ കിക്ക് ചെയ്യാം. എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഇത്തിരിയും കൂടെ ഉണ്ടായിരുന്നേ പെർഫെക്റ്റ് ആക്കാമായിരുന്നു നമുക്ക്. എനിക്കൊന്ന് ലെജൻഡറി കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോകുമായിരിക്കും. യെസ് ഗൈസ്, ലെജൻഡറി കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. ഇതിനെ ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ. പ്ലാൻ ബ്ലൂ ആയിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയത്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലത്തെ ആയിരുന്നു. ഇതിപ്പോൾ പ്ലാൻ റെഡ് ആണ്, പക്ഷേ ഇതൊരു സ്ട്രെയിറ്റ് വടി പോലത്തെയാണ്. ഇത് 195ൻ്റെ ആണ്. മീൻസ് ഒരു 200 എന്ന് പറയാം. 195, 5 കൂടെ കൂടിയ 200 അല്ലേ. ഒരു 195, 200 എന്ന് പറയാം. എന്തായാലും 281 ഇപ്പം 286.9 മില്യൺ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്നും കൂടെ നമുക്ക് കളക്ട് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഒന്നും കൂടെ നമുക്ക് കളക്ട് ചെയ്താൽ 303 ആയിട്ടുണ്ട്, 305 ആയിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് കുറച്ച് നേരം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ 350 കിട്ടാവുന്നേ ഉള്ളൂ. എങ്കിലും നമ്മളിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 326 ആയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 50 ആവും. ഇപ്പം 330 ആയിട്ടുണ്ട്. എനിക്കിത് അപ്ഗ്രേഡ് ആക്കണമെന്നുണ്ട്, പക്ഷേ എന്നാലും ഞാൻ അപ്ഗ്രേഡ് ആക്കുന്നില്ല. കാരണം ആദ്യം പോയിട്ട് ആ ഒരു ഐസ് ബാർബൽ അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു. 350 ആയിട്ടുണ്ടെന്നാലും ഇത് ഇത്രയും കൂടെ ഒന്ന് കളക്ട് ചെയ്തിട്ടൊക്കെ പോവാം. 362.8 ആയിട്ടുണ്ട്. വേഡ് ഷോപ്പിൽ പോയിട്ട് നമുക്കത് ഐസ് ബാർബൽ മേടിക്കാം. യെസ് ഗൈസ്, നമ്മളങ്ങനെ ഐസ് ബാർബൽ മേടിച്ചിട്ടുണ്ട്. 100K കിക്ക് പവർ മതി. ഇപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടുണ്ട്. നമ്മൾ ആ 100K കിക്ക് പവറും കൂടെ കിട്ടി നമുക്ക് ഒന്നും കൂടെ റീവർത്ത് ചെയ്യാം. കുറച്ചധികം കൂട്ടാം കിക്ക് പവർ. പക്ഷെ ഇതത്ര വേഗം കൂടുന്നില്ല. അല്ല, ഓരോ വട്ടം 2 വട്ടം അടുപ്പിച്ച് ഇപ്പം ഒരു വട്ടം നമുക്ക് കിക്ക് പവർ കൂടി. അങ്ങനെ 2 വട്ടം ആകുമ്പോഴത്തേക്കും 72K അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. ഇപ്പം 78K ഇല്ല. അപ്പോൾ ഒരു വട്ടം 2 വട്ടമായി 79 കുറച്ച് എനിക്കിപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു 100K ആക്കാനാണ് എൻ്റെ ഒരു തീരുമാനം. കാരണം 100K ആക്കിയിട്ട് നമുക്ക് 100K ആക്കിയിട്ട് നമുക്ക് ഒന്നും കൂടെ പോയി കിക്ക് പവർ 100K കിക്ക് പവർ ആക്കിയിട്ട് നമുക്ക് ബ്രെയിൻ റോട്ടിനെ മേടിച്ചിട്ട് വെക്കാം. അപ്പോഴത്തേക്കും റീബർത്ത് ആക്കാമല്ലോ. എന്തായാലും നമ്മുടെ കയ്യിൽ ബാക്കി 13.8 മില്യണേ ഉള്ളൂ. കിക്ക് പവർ 100 കഴിഞ്ഞു. റീബർത്ത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമുക്ക് സ്പീഡും കൂടെ കൂട്ടാം. എന്നാലേ നമുക്ക് പെട്ടെന്ന് ഓടി വരാൻ പറ്റത്തുള്ളൂ. പറ്റത്തില്ല. 31.8 മില്യൺ വേണം. എന്തായാലും അങ്ങോട്ട് ചെന്ന് കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന് കൂടുതൽ കിട്ടുമായിരിക്കും. നല്ല കിട്ടും. അതിൽ കൂടുതൽ കിട്ടും. ഒരെണ്ണം തന്നെ 33 സംതിങ് ഒക്കെ തരുന്നുണ്ട്. അപ്പോഴാണ് ഇപ്പം തന്നെ 210.8 മില്യൺ ഉണ്ട്. അപ്പം ഇനി 146 ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ എന്തായാലും ഒത്തിരി സ്പീഡും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗ്രേറ്റ് ആണ് ഗൈസ് കിട്ടിയത്. നമുക്കൊരു എക്സലൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഗ്രേറ്റ് ആണ് കിട്ടിയത്, കുഴപ്പമില്ല. ഓക്കെ, ലെജൻഡറി എന്നാലും അടുത്ത് എത്തിയോട്. നേരത്തെ നമ്മൾ എക്സലൻ്റ് എടുത്തപ്പോൾ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഇത് 76 ഉള്ളൂ ഗൈസ്. എപ്പിക്കാണ്. ലെജൻഡറി പോലും ആയിട്ടില്ല. എപ്പിക്കാണ് നമുക്കപ്പോൾ കിട്ടിയത്. നമ്മൾ ലെജൻഡറി ആക്കിയതായിരുന്നു. പക്ഷേ ഗുഡാണ് ഗൈസ്. ഇതിപ്പോൾ വല്ല കോമൺ റയർ വല്ലതും കിടക്കും. റയറിലാണ് പോയി വീണത്. ലൈക്ക് എപ്പിക്കല്ല ഗൈസ്. നമ്മളത് ലെജൻഡറിയുടെ സ്ഥലത്ത് കയറി കോമ്പൗണ്ട് കയറിയിട്ടും നമുക്ക് ആകെ കിട്ടിയത് എപ്പിക്കാണ്. അപ്പോഴും കിട്ടുന്നത് എപ്പിക്കിൻ്റെ 100ൻ്റെ ആയിരുന്നു. കുഴപ്പമില്ല. 100ൻ്റെ കണ്ട ഞാൻ പറഞ്ഞില്ലേ, കുറച്ചും കൂടെ അടുത്തോട്ട് എത്തിയപ്പം ആ ഒരു വാട്ടർഡീനോ അത് 100 എനിക്ക് ഓക്കെ എക്സലൻ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു എന്നാലും
ലെജൻഡറിയുടെ അടുത്തോട്ട് കയറിയപ്പോൾ എപ്പിക്കിൻ്റെ ആയിരുന്നു കാണിച്ചത്. ഓക്കെ, ഇപ്പോൾ ലെജൻഡറി ആണ്. എന്ത് കിട്ടും നോക്കാം. കാറ്റീനോ നായിനോ അങ്ങനെ എന്തോ എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. മോൾട്ടൻ ആണ്. 455 തരുന്നുണ്ട് നമുക്ക്. അത് വെരി ഫാസ്റ്റാന്ന് പറഞ്ഞാലും വേവ് വലിയ കാര്യമൊന്നുമില്ല. ഗാറ്റീനോ നായനീനോ വായിക്കൊള്ളാത്തൊരു പേരാണ്. അതിൻ്റെ തന്നെ മോൾട്ടൻ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ റീബർത്ത് ചെയ്യാം. അപ്പോൾ ഗായ്സ് എന്തായാലും ഇനി കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങും. എന്തായാലും ഇതിപ്പം പാർട്ട് 3 ആണിത്. പാർട്ട് 1ഉം 2ഉം കാണാത്തവർ പോയി കാണുക. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ എല്ലാ കോണ്ടന്റും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള പറഞ്ഞാൽ ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും പുതിയൊരു ഗെയിമുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.